എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആർക്ക് വേണമെങ്കിലും എഴുതാൻ പറ്റുന്ന SSCയുടെ 5 കോഴ്സുകളെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾക്ക് 10ാം ക്ലാസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 10th അല്ലെങ്കിൽ ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സാംസിനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഒന്ന് SSC CHSL നമുക്ക് നോക്കാം. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്നതാണ് SSC CHSLന്റെ എക്സാം. ആൻഡ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന 12th അല്ലെങ്കിൽ ഇക്വലൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ബോഡിയിൽ നിന്ന് ഉള്ള ഒരു ക്വാളിഫിക്കേഷനാണ് വേണ്ടത്. അപ്പം 10th + 2 ഈ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ടാണ്. കാരണം പല കുട്ടികളും വിചാരിക്കാറുണ്ട് അല്ലെങ്കിൽ ചിന്തിക്കാറുണ്ട്, എനിക്ക് 10th ഉള്ളൂ അല്ലെങ്കിൽ ഞാൻ +2 വരെ ഉള്ളൂ, ഇപ്പോൾ ഡിഗ്രിക്ക് മുമ്പായിട്ട് ഡിഗ്രി കോഴ്സിന് പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് എഴുതാൻ പറ്റുന്ന എക്സാംസ് എന്തെങ്കിലും ഉണ്ടോ? ഡെഫിനറ്റ് ആയിട്ടും ഇഷ്ടംപോലെ എക്സാംസ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിന് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 27 years ആണ്. ആൻഡ് റിലാക്സേഷൻ ഉണ്ട്. അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്, റിലാക്സേഷൻ എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ. ആൻഡ് സെലക്ഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Tier 1 Tier 2 2 ടെസ്റ്റ് എക്സാംസ് ഉണ്ട്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ സ്കിൽ ടൈപ്പിംഗ് ടെസ്റ്റും ഉണ്ട്. പിന്നെ ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 100 rupees ആണ്. ഇതിൽ ഈ പറയുന്ന എക്സെപ്ഷൻ ഉണ്ട് സ്ത്രീകൾക്ക്. എല്ലാ സ്ത്രീകൾക്കും അതൊരു സന്തോഷ വാർത്ത തന്നെയാണ്. പെൺകുട്ടികൾക്ക് പറയുന്ന ഫീസ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ SC ST ഇവർക്കൊന്നും ഈ പറയുന്ന ഫീസ് ഇല്ല. അപ്പോൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പോയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു എക്സാമും കൂടെയാണ്. ദെൻ RRB Group D ആൻഡ് ALP അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ബേസിക് പേ വരുന്നത് 18,000 rupees ആണ്. ആൻഡ് ഇൻഹാൻസ് സാലറി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി അലവൻസും എല്ലാം കൂടെ വന്നിട്ട് 22,000 തൊട്ട് 25,000 വരെ പെർ മന്ത് കിട്ടുന്ന ഒരു ജോബാണ്. ആൻഡ് എഡ്യൂക്കേഷൻ മിനിമം 10th പാസ്സായാൽ മതി, അല്ലെങ്കിൽ ITI അല്ലെങ്കിൽ ഇക്വലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നാൽ മതി. ദെൻ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ജനറലി വരുന്നത് ഒരു 18 to 33 years വരെയാണ്. ആൻഡ് എഗെയിൻ ഇവിടെയും ഒരു റിലാക്സേഷൻ, ഇവിടെയും നമുക്ക് റിലാക്സേഷൻ കൊണ്ടാണ് ഏജ് റിലാക്സേഷൻ വരുന്നതാണ്. ആൻഡ് സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എഗെയിൻ നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്, PET ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ്. ദെൻ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആൻഡ് മെഡിക്കൽ എക്സാം ഇങ്ങനെയാണ് വരുന്നത്. മെഡിക്കലും കൂടെ ക്ലിയർ ചെയ്താൽ പിന്നെ സെറ്റാണ്. ഓക്കെ, അവിടെയും നമുക്ക് നോക്കാം 10th പാസ്സായാൽ മതി. ഗ്രൂപ്പ് ഡിക്കൊക്കെ 10th പാസ്സായാൽ മതി കേട്ടോ. ആൻഡ് ദെൻ അടുത്തത് നമുക്ക് നോക്കാം ALP അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്. നമുക്ക് നോക്കാം. ഏജ് 18 to 30 years ആണ്. ഇവിടെയും ഏജിന് റിലാക്സേഷൻ വരുന്നുണ്ട്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എഗെയിൻ 10th പാസ്സാണ്. ദെൻ സെലക്ഷൻ പ്രോസസ്സ് ഇവിടെയും 2 കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട് അവിടെ വരുന്നുണ്ട്. സ്റ്റേജ് 1ഉം സ്റ്റേജ് 2ഉം വരുന്നുണ്ട്. ദെൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആൻഡ് മെഡിക്കൽ. ജോലിയായി സെറ്റായി. ബേസിക് പേ എന്ന് പറയുന്നത് 19,900 ആണ് പെർ മന്ത് വരുന്നത്. അലവൻസ് എല്ലാം കൂടെ കൂട്ടി 20,000 തൊട്ട് 35,000 രൂപ വരെയാണ് ഇതിനകത്ത് നമുക്ക് വരുന്നത്. രണ്ടാമത്തെ നമ്മൾ കണ്ടു. ഇനി മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SSC MTS. പല കുട്ടികൾക്കും എന്താണ് MTS അല്ലെങ്കിൽ എങ്ങനെ അതിന് പ്രിപ്പയർ ചെയ്യാം, ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ് അല്ലെങ്കിൽ ഇക്വലൻ്റ് ആയിട്ടുള്ളത് വേണം. ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 18 to 25 years. നേരത്തെ ഇപ്പം നമ്മൾ പറഞ്ഞ എല്ലാം ഒരു 27 അല്ലെങ്കിൽ 30 33 വരെ ആയിരുന്നു. പക്ഷെ ഇവിടെ 25 വരെയായിട്ടാണ് നമുക്ക് വരുന്നത്. ആൻഡ് റിലാക്സേഷൻ വരുന്നുണ്ട്, അതിന് നോക്കുക. എക്സാം പാറ്റേൺ എന്ന് പറഞ്ഞാൽ സെഷൻ 1 സെഷൻ 2 2 സെഷൻസ് ഉണ്ട്. ഒന്ന് ന്യൂമറിക്കൽ എബിലിറ്റി, റീസണിങ്, ജനറൽ അവയർനെസ്, ഇംഗ്ലീഷും വരുന്നുണ്ട്. ദെൻ ഫിസിക്കൽ വരുന്നുണ്ട്, ഹവൽദാറിനാണെങ്കിൽ ഫിസിക്കൽ വരുന്നുണ്ട്. പിന്നെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് നമുക്ക് നോക്കാം. ഇവിടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് നമ്മൾ പാസ്സായിരിക്കണം, അതുപോലെ തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഒക്കെ പാസ്സായിരിക്കണം. ബേസിക് പേ എന്ന് പറയുന്നത് നമുക്ക് വരുന്നത് ഇവിടെ പേ ബാൻഡ് 1 ഉണ്ട്, അതുപോലെ ഗ്രേഡ് പേ ഇതെല്ലാം വരുന്നുണ്ട്. ഇൻ ഹാൻഡിൽ വരുന്ന അപ്രോക്സിമേറ്റ് ആയിട്ട് ഹാൻഡിൽ വരുന്ന അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വരുന്ന സാലറി എന്ന് പറഞ്ഞാൽ 18,000 തൊട്ട് 22,000 വരെയാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ നാലാമത്തേന്ന് പറഞ്ഞാൽ ഇന്ത്യ പോസ്റ്റിൻ്റെ ആണ്. ഓക്കെ, പലരും എനിക്ക് പോസ്റ്റ് ഓഫീസിൽ എന്നാണ് ജോലി. ഒരുപാട് കുട്ടികൾക്ക് അവസരം കിട്ടിയിട്ടുള്ള ഒരു ഏരിയയും കൂടെയാണ് ഇന്ത്യ പോസ്റ്റ് GDS BPM. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഇവിടെ സാലറി വരുന്നത് 12,000 തൊട്ട് 29,380 രൂപ, അതായത് 30,000 വരെ നമുക്ക് കിട്ടാം. ദെൻ ഇവിടെ നോക്കാം, അവിടെ ഓരോ പോസ്റ്റിനും ഓരോ രീതിയിലേക്കാണ് വരുന്നത്. ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ചുകൂടി നമുക്ക് കുറച്ച് അധികം, അല്ലെങ്കിൽ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 27 30 അങ്ങനെയല്ല. യൂഷ്വലി SSCയുടെ എക്സാമിന് വരുന്നത് 27 30 33 ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇവിടെ ഇന്ത്യ പോസ്റ്റിന് വരുമ്പോഴത്തേക്ക് 40 വയസ്സ് വരെ നമുക്ക് നോക്കാം. മാത്രമല്ല അവിടെയും ഈ പറയുന്ന റിസർവ്ഡ് ആയിട്ടുള്ള കാറ്റഗറീസിന് ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി 40 മുകളിലേക്ക് പോകും, 45 43 അങ്ങനെയൊക്കെ ഇതിനകത്ത് വരും. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മിനിമം 10th മതി. അതുപോലെ ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടത്. അഡീഷണൽ സ്കില്ല് വരും. ഇവിടെ അഡീഷണൽ സ്കില്ലായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ബേസിക് കമ്പ്യൂട്ടർ നോളജ് വേണം. അത് സർട്ടിഫിക്കേഷൻ തന്നെ വേണം, സർട്ടിഫിക്കറ്റ് തന്നെ വേണം. ആൻഡ് അത് മാത്രമല്ല സൈക്കിൾ ഓടിക്കാൻ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ടൂ വീലർ ഓടിക്കാനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ആൻഡ് അവിടുത്തെ ഒരു ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്.
യെസ്. പിന്നെ വരുന്നത് പോലീസ് ആൻഡ് ഡിഫൻസ് കോൺസ്റ്റബിൾസ് ആണ്. നമുക്ക് നോക്കാം. ഒന്ന് അഗ്നിവീർ, ഡിഫൻസ്, ആർമി, നേവി, എയർഫോഴ്സ്. ഓക്കെ, സോ ഇത് നമുക്ക് നോക്കാം. ആൻഡ് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജ് ലിമിറ്റ് 17.5. ഓക്കെ, ഇപ്പോൾ 18 ആയിട്ടില്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട. 17.5 ആണെങ്കിലും ഓക്കെ ആണ്. ടു 21 ഇയേഴ്സ് വരെയാണ് പറ്റുന്നത്. സോ എഡ്യൂക്കേഷൻ ആ ഒരു ട്രേഡ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. സോ 8th തൊട്ട് 12th വരെ എന്നുള്ളത്. 8th ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അതിലേക്ക് കയറാനായിട്ട് ഒരു ചാൻസ് ഉണ്ട്. സോ 8th തൊട്ട് 12th വരെയാണ്. സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് വരുന്നത്. ദെൻ ഓഫ് കോഴ്സ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ട്. പിന്നെ ഈ പറയുന്ന ജബ് മെഡിക്കൽസ് ഉണ്ട്. മെഡിക്കൽസ് ക്ലിയർ ചെയ്യണം എന്നുള്ളത് അറിയാവുന്ന കാര്യമാണല്ലോ. ദെൻ സാലറി വരുന്നത് 30,000 തൊട്ട് 40,000 രൂപ വരെയാണ് വരുന്നത്. ദെൻ അടുത്ത പിന്നെ നമുക്ക് വരുന്നത് SSC GD ആണ്, കോൺസ്റ്റബിൾ. നമുക്ക് നോക്കാം. ഇവിടെ ഏജ് ലിമിറ്റ് വരുന്നത് 18 തൊട്ട് 23 വരെയാണ്. ആൻഡ് ഇവിടെയും ഈ പറയുന്ന റിസർവേഷൻ, അതായത് റിലാക്സേഷൻ വരുന്നുണ്ട് ഇവിടെയും. ദെൻ എഡ്യൂക്കേഷൻ 10th ക്ലാസ്. ഞാൻ പറഞ്ഞു 10+2 ഇതാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. 10th ആണ് ഇവിടെ വരുന്നത്, റെക്കഗ്നൈസ്ഡ് ബോർഡിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഇക്വലന്റ് ആയിട്ട് വരുന്നു. ദെൻ പിന്നെ വരുന്ന സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് നടത്തുന്നുണ്ട്, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് നടത്തുന്നുണ്ട്. ദെൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മെഡിക്കൽ എക്സാമും വരുന്നുണ്ട്. ദെൻ പേ ലെവൽ എന്ന് പറയുമ്പോഴത്തേക്കും 21,700 തൊട്ട് 70,000 അടുത്ത് വരെ, അതായത് ഒരു 20-22 ഒക്കെ തൊട്ട് നിങ്ങൾക്ക് 70,000 രൂപ വരെ ആ ഒരു സ്കെയില് മാറി നിൽക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ 10th ക്ലാസ് +2 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. ഇപ്പോൾ നമ്മളുണ്ട് 8th ക്ലാസ് തൊട്ടുള്ള എക്സാംസ് വരെ നമുക്കുണ്ട്, അത് മാറി നിൽക്കും. പക്ഷെ എന്നാലും മെയിനായിട്ട് 10th ഉണ്ടോ, നിങ്ങൾക്കൊരു 10th അല്ലെങ്കിൽ ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടോ എങ്കിൽ ഷുവർ ആയിട്ട് നിങ്ങളെ SSC വിളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ആൻഡ് ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് SSC പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിങ്ങൾക്ക് ഒരു അവസരം തരികയാണ്. ഇത്രയും SSC ഇത്രയും പോസ്റ്റുകളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇത്രയും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പോലും നിങ്ങളോട് ഒരുപാട് പറയുന്നില്ല. അപ്പം നിങ്ങൾക്കായിട്ടൊരു ഓഫർ നമ്മളും തരികയാണ്. അതായത് എജുബിയിൽ ഈ ജൂൺ 8-ാം തീയതി പുതിയ ബാച്ച്, ഓഫ്ലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ട്രിവാൻഡ്രത്ത് തമ്പാനൂരാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം രജിസ്റ്റർ ചെയ്യുന്ന ആദ്യത്തെ 50 കുട്ടികൾക്ക് 1 മാസത്തേക്ക് ഫ്രീ ആയിട്ട് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നമുക്ക് പഠിക്കാം. ക്ലാസ് ഫുൾ ഫ്രീ ആയിട്ട് 1 മാസത്തേക്ക് അറ്റൻഡ് ചെയ്യാം. അപ്പം എല്ലാവർക്കും അല്ല, ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 50 പേർക്കായിരിക്കും. അപ്പം ജൂൺ 8-ാം തീയതി ട്രിവാൻഡ്രത്ത് കാണാം. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.